ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വരാൻ പോകുന്ന എപ്പിസോഡുകളിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ ദേവമംഗലത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഓരോരോ അടവുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം തിരിച്ച് 8ൻ്റെ പണിയായിട്ട് സുകന്യയ്ക്ക് തന്നെ കിട്ടുക. ആദ്യം തന്നെ നമ്മൾ കണ്ടു ദേവിക്ക് കുളിക്കാൻ വെച്ചിരിക്കുന്ന മഞ്ഞൾ വെള്ളത്തിൽ നല്ല ഒന്നാന്തര നായ്ക്കരണപ്പൊടിയൊക്കെ കലക്കി ദേവി ചൊറിയുന്നതും കാത്തിരിക്കുകയാണ് സുകന്യ. പക്ഷേ അതൊക്കെ നമ്മുടെ മിത്ര കണ്ടുപിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം മിത്ര ധർമ്മനോടും ഗോമതി ചേച്ചിയോടും ഒക്കെ തുറന്നടിച്ചങ്ങ് പറയും. അതോടുകൂടി തന്നെ സുകന്യക്കുള്ള പണിയും നമ്മുടെ ധർമ്മം തന്നെ കൊടുക്കും. ആ നായ്ക്കരണപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ സുകന്യയുടെ തല വഴി ഒഴിച്ചു കൊടുക്കുകയാണ് ധർമ്മൻ. സുകന്യ ഞെട്ടിത്തരിച്ച് പോവുക, ചൊറിഞ്ഞുകൊണ്ട് റൂമിലോട്ട് ഓടി പോവാണ്. എത്ര കുളിച്ചിട്ടും അവളുടെ ചൊറിച്ചിലും മാറുന്നില്ല. അപ്പം ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും സുകന്യയോട് നല്ല ദേഷ്യം വരിക. സുകന്യ കരുതി കൂട്ടിക്കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നമ്മുടെ ദേവമംഗലത്തുള്ള എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ബാലൻ എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പഴയപടിയാക്കണം. മിത്രയെ പോലീസ് ആവുന്നതിൽ നിന്ന് വിലക്കണം. അതുമാത്രമല്ല ആകാശിൻ്റെ കടയിലെ കാര്യങ്ങളൊന്നും നോക്കാതെയുള്ള ഈ തന്നിഷ്ടത്തോടു കൂടിയുള്ള പോക്ക് നിർത്തണം എന്നൊക്കെ നമ്മുടെ ബാലനും തീരുമാനിക്കുകയാണ്. തൻ്റെ നിയന്ത്രണത്തിൽ പഴയപടി കാര്യങ്ങളെല്ലാം നടക്കണം. താൻ പറയുന്ന അനുസരിച്ച് തൻ്റെ മക്കളൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ചിന്ത ബാലൻ്റെ ഉള്ളിൽ അടിയുറച്ച് വരികയാണ് കേട്ടോ. അതിനായിട്ട് എന്തും ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണ്. താനിപ്പോൾ ഒന്ന് അയഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് വീട്ടിൽ ആർക്കും തന്നെ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. അതുമാത്രമല്ല വന്നു കയറിയ സുകന്യ പോലും തനിക്ക് വില തരുന്നില്ല. തൻ്റെ മേൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനൊക്കെ കാരണം വീട്ടിൽ ഞാനിപ്പം ഇച്ചിരി അയഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് ബാലൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ രാമേട്ടനോടും പറയും, രാമേട്ട എന്തായാലും ഞാൻ എൻ്റെ കുടുംബം ഒന്ന് നന്നാക്കാൻ നോക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനി അവരെ എല്ലാവരും തന്നിഷ്ടത്തിന് വിടാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ആകാശിനെ എൻ്റെ വഴിക്ക് കൊണ്ടുപോകാരാവോന്ന് ഞാൻ ഒന്നും കൂടി നോക്കും. അത് കഴിഞ്ഞിട്ടും അവൻ വരുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം എന്ന് പറയാം. അപ്പം രാമേട്ടനും പറയും, അത് നീ പറഞ്ഞത് നേരാ. സ്വന്തമായിട്ട് ഇവിടെ ഒരു കടയുള്ളപ്പം അവനിങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കേണ്ട കാര്യമില്ല. എങ്കിലും ബാല, ഇന്നത്തെ പിള്ളേരാ, അവരെ നമ്മൾ വിലക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവർക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് രാമേട്ടൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പം ബാലൻ പറയും, എൻ്റെ മക്കൾ അങ്ങനെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വളരണ്ട. മക്കളുടെ മേലെ എല്ലാം അടിച്ചേൽപ്പിക്കുന്ന അച്ഛനൊന്നും അല്ല ഞാൻ. എങ്കിലും എൻ്റെ മക്കളുടെ കാര്യത്തിൽ ചെറിയൊരു സ്വാർത്ഥത എനിക്കും ഉണ്ട്. അവർ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ജീവിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ എന്ത് തെറ്റാ രാമേട്ട ഉള്ളത്? ഞാൻ നന്നായിട്ട് കുടുംബം നോക്കുന്നില്ലേ? എൻ്റെ മക്കളെ എല്ലാവരെയും നന്നായിട്ട് തന്നെയല്ലേ വളർത്തിയേ? നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ? എന്നിട്ടും അവർക്ക് ഞാനിപ്പോൾ എന്തിനാ അന്യനായി നിർത്തുന്നേ എന്നൊക്കെ ബാലൻ ചോദിക്കുക. അപ്പോൾ രാമേട്ടൻ പറയും, നിൻ്റെ ചിന്താഗതിയൊക്കെ ശരിയാ ബാല. എങ്കിലും ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അവരെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന പോലെ അവർക്ക് തോന്നുള്ളൂ. അതുമാത്രമല്ല ആകാശ് ഇപ്പം സ്വന്തമായിട്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക. നല്ല കാര്യം. അവൻ ഇപ്പോഴും ഒരു മണ്ടനാ. അവനെ എല്ലാവരും കൂടി കൊടുക്കാൻ ശ്രമിക്കുന്നതാ. ഈ കുടുംബത്തിൽ നിന്ന് അകറ്റി അവനെ വേറെ കൊണ്ടുപോകാനാ പലരുടെയും തീരുമാനം. അതിൽ വീണ് കിടക്കും അവൻ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അവന് തോന്നുന്നതല്ല ഇതൊന്നും എന്നൊക്കെ ബാലൻ പറയാണ്. എന്തായാലും അവനെ ഒന്ന് ഞാൻ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് ആകാശിനെ വിളിച്ച് നമ്മുടെ ബാലൻ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കാം. അപ്പം ആകാശ് പറയും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അച്ഛനാണെന്നുള്ള കാര്യമൊക്കെ നിനക്ക് ബോധ്യമുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴേ മുങ്ങാറാണല്ലോ പതിവ്. എന്നോട് നേരിട്ട് സംസാരങ്ങളൊന്നും ഇപ്പം നീ ഇല്ലല്ലോ എന്ന് ചോദിക്കുക. അത് എന്നോട് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഞാനും എന്ന് അപ്പം ആകാശം പറയും കേട്ടോ. അപ്പം രാമേട്ടൻ ചോദിക്കും, നീ ആരോടാ ഈ തർക്കുത്തരം പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് എന്നൊക്കെ ആകാശിനോട് രാമേട്ടനും ചോദിക്കുക. അപ്പം ആകാശ് പറയും, അതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് രാമേട്ട. അതെ, എന്താ നിൻ്റെ ഉദ്ദേശം? ഈ കട ഇവിടെ കിടക്കുമ്പം എല്ലാം എൻ്റെ തലയിൽ ഇട്ടെറിഞ്ഞ് തന്നിട്ട് തോന്നിയ പോലെ നടക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ആകാശ് ചോദിക്കുക. അപ്പോൾ ആകാശ് പറയും, ഗോമതി സ്റ്റോഴ്സ് ബാലന് ഇപ്പം എന്താ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കുന്നതിന് ബാലന് കുഴപ്പമില്ലാത്ത ആയിരുന്നല്ലോ. അതുമാത്രമല്ല ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ സ്വന്തം സ്ഥാപനമല്ലേ? ഞാനൊക്കെ ഇവിടുത്തെ വേറെ ഒരു അടിയാള് എന്നൊക്കെ ചോദിക്കുക. ഇത് അങ്ങനെയാണോ നീ കണ്ടിരിക്കുന്നത്? ഇത് നിൻ്റെ കടയല്ലേടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയല്ലേ? നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ തലയിലിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നാൽ മതിയോ? ഞാനും ധർമ്മനും രാമേട്ടനും എന്തുമാത്രം
കഷ്ടപ്പെടുന്നുണ്ടെന്ന് നീയും കാണുന്നതല്ലേ? നീ എന്തേലും കാര്യത്തിൽ ഇപ്പോൾ ഇടപെടാറുണ്ടോ? ഇടയ്ക്ക് വന്നൊന്ന് മുഖം കാണിച്ചിട്ട് എങ്ങോട്ടോ അലക്ഷ്യമായിട്ട് ഇറങ്ങിപ്പോവും. നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം. അപ്പം നമ്മുടെ ആകാശ് പറയും, മനസ്സിലായല്ലോ, സ്വന്തമായിട്ടൊരു കട തുടങ്ങണം, എന്നിട്ട് ഈ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടണം, അത് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയാം. അടിമത്വമോ? സ്വന്തം കട ജോലി ചെയ്യുന്നത് അടിമത്വമാണോ ആകാശേ എന്ന് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്. അച്ഛനൊന്നും പറയണ്ട, എന്തായാലും സ്വന്തമായിട്ടൊരു കട തുടങ്ങണം, എന്നിട്ട് സ്വന്തമായി ജീവിക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയാം. നിൻ്റെ ആഗ്രഹം നടന്നത് തന്നെ. ഇതൊക്കെ നീ തെറ്റായ വഴിയിലോട്ടെ ആകാശം നീ ഇപ്പോൾ പോകുന്നത്. നിനക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കൂട്ടുകെട്ടെല്ലാം നിന്നെ നശിപ്പിക്കാനേ ഉതകുള്ളൂ എന്നൊക്കെ ബാലൻ നമ്മുടെ ആകാശിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതേസമയം ആകാശിന് ഒരുപാട് സങ്കടം തോന്നുക. അച്ഛൻ്റെ പ്രഷർ ഒരു വശത്ത്, മറുവശത്ത് ഒരു രീതിയിലും മീനു നമ്മുടെ ആകാശിന് ലൈസൻസ് കൊടുക്കുന്നുമില്ല. അപ്പോൾ ലൈസൻസ് തരത്തില്ലെന്ന് നമ്മുടെ മീനാക്ഷി തീർത്തും ആകാശിനോട് പറഞ്ഞല്ലോ. ഇതെല്ലാം ഓർത്ത് ആകാശ് സങ്കടപ്പെട്ട് മദ്യപിക്കുകയാണ് കേട്ടോ. മദ്യപിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിൽ കയറി ചെല്ലുമ്പം തന്നെ ആകാശിൻ്റെ കോലം കാണുമ്പോൾ ഗോമതിക്ക് ഒത്തിരി സങ്കടം വരിക. അപ്പോൾ ഗോമതി ചോദിക്കുക, എന്താ ആകാശ്, എന്താ നിൻ്റെ ഉദ്ദേശം, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആകാശ് ബോധമില്ലാണ്ട് പറയും, എന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ആക്കിയതാ, എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ? അച്ഛനുണ്ടോ? അമ്മയുണ്ടോ? ഭാര്യയുണ്ടോ? എല്ലാവർക്കും ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ പറയുന്നതാ വേദവാക്യം. ഈ ആകാശിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ ഈ വീട്ടിൽ ആരുമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരാളുണ്ട് നമ്മുടെ ദേവമംഗലത്ത്. മറ്റാരുമല്ല, സുകന്യ. ആകാശിൻ്റെ ഈ കോലവും ലുക്കൊക്കെ കാണുമ്പം സുകന്യയ്ക്ക് അങ്ങ് സന്തോഷം വരിക. അപ്പം അനുശ്രീ മാത്രമല്ല, ആകാശം വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കും. ആ ബാലനോട് ദേഷ്യമുള്ള ഒരു ആളാണ് ആകാശ്. ഇത് ഞാൻ നേരത്തെ അറിയാതെ പോയല്ലോ. എന്തായാലും ഇതൊക്കെ കൃഷ്ണമംഗലത്തൊന്ന് അറിയിക്കണം എന്നൊക്കെ സുകന്യ മനസ്സ് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം കുടിച്ച് കൂത്താടി വന്ന കോലം കാണുമ്പം നമ്മുടെ മീനാക്ഷി ഓടി വരിക. ആകാശേ, നീ എന്ത് കോലത്തിലായി വന്നിരിക്കുന്നത്? അമ്മയോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കും. ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ മീനൂട്ടി, നിനക്കും എന്നെ വേണ്ടല്ലോ, നിന്നെ കല്യാണം കഴിച്ചതേ ഈ ഞാനാ. നിന്നെ ഞാൻ അത്ര സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് നീ എന്താ എന്നോട് ചെയ്യുന്നത്? എനിക്ക് ലൈസൻസ് പോലും തരാതെ എല്ലാം നീ പൂഴ്ത്തി വെച്ചിരിക്കുകയല്ലേ. ഞാൻ എത്ര പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ട് വന്നാലും അതിലെല്ലാം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി എനിക്ക് ലൈസൻസ് തരാതെ മുടക്കാനല്ലേ നിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. നീയും ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ അനുയായിയാ. അയാളെ ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നെ നീ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പോലും എന്നെ മനസ്സിലാകുന്നില്ലല്ലോ മീനു. നിനക്ക് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പം മീനു പറയും, നീ ഇവിടെ നിൽക്കാതെ വന്നേ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം എന്ന് പറയാം. എല്ലാവരും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്ന കാണുമ്പോഴേ. അപ്പം ഗോമതിയും പറയും, എന്നു തൊട്ട് എൻ്റെ മോൻ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ തുടങ്ങിയത് എന്ന് ചോദിക്കുക. ശീലങ്ങളെ പുതിയത് എന്നെ കൊണ്ട് തുടങ്ങിപ്പിച്ചതാ ഈ വീട്ടിലുള്ളവർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശ് സങ്കടപ്പെട്ട് കരഞ്ഞു ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാശിനെ വലിച്ചുകൊണ്ട് മീനാക്ഷി റൂമിലോട്ട് പോവുക. നീ എന്തിനാ എന്നെ വലിച്ചുകൊണ്ട് റൂമിലോട്ട് കൊണ്ടുവന്ന മീനു? നിനക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. നിനക്കും വലുത് ഈ വീട്ടിലുള്ളതും ഉള്ളവരും ഗോമതി സ്റ്റോഴ്സ് ബാലനും ഒക്കെ അല്ലേ. നീ ഈ 100 വട്ടം പറയുന്ന ഗോമതി സ്റ്റോഴ്സ് ബാലൻ നിൻ്റെ ആരാ ആകാശേ? നിൻ്റെ അച്ഛനല്ലേ. സ്വന്തം അച്ഛനെയും കുടുംബത്തെയും തോൽപ്പിക്കാനാ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നല്ലതിനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. നല്ലതിന്? എൻ്റെ എന്ത് നല്ലതാണ് ഇവിടെയുള്ളവർ ചിന്തിക്കുന്നത്? ബാലന് വേണ്ടതേ ഒരു അടിയാളനെയാ, അല്ലാതെ മകനെയൊന്നുമല്ല. ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ സ്റ്റോറ് നോക്കി നടത്താൻ വേണ്ട ഒരു വെറും അടിമയാണ് ഞാൻ, അല്ലാതെ അവിടെ എനിക്കൊരു അവകാശമില്ല. ആ സുകന്യേച്ചി ചോദിച്ചത് സത്യമാണ്. കുടുംബമായ മക്കളെയെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് ബാലൻ സ്വാർത്ഥത കാണിക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ. അച്ഛനെ പറ്റി എന്തൊക്കെയാണ് നീ പറയുന്നത്? അച്ഛൻ ഈ കുടുംബത്തിൻ്റെ നന്മയല്ലേ എപ്പോഴും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ നീ സ്വന്തമായിട്ടൊരു കട തുടങ്ങി ഈ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനല്ലേ ആഗ്രഹിക്കുന്നേ. അതുകൊണ്ടല്ലേ ഞാനും അതിനെ എതിർക്കുന്നേ. നിനക്കൊന്നും ഒരിക്കലും എന്നെ മനസ്സിലാക്കത്തില്ല മീനാക്ഷി. നീയും എന്നെ മനസ്സിലാക്കുന്നില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിനക്കും വല്ലത് ഇവിടെ ഉള്ളവരാ. നീയും ബാലൻ്റെ ആളാ, ആരും എൻ്റെ അല്ല, എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞ് ആകാശ് സങ്കടപ്പെടുവാണ് കേട്ടോ. നീ എന്തൊക്കെയാ ആകാശം ഈ പറയുന്നേ? നിന്നെ മനസ്സിലാക്കി നിന്നെ സ്നേഹിച്ചല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. ഈ വീട്ടിലുള്ളവരെല്ലാം എനിക്ക് നീ വഴി കിട്ടിയ ബന്ധങ്ങളല്ലേ. നീ കഴിഞ്ഞല്ലേ എനിക്ക് ആരും ഉള്ളൂ എന്ന് ചോദിക്കുക. അതൊക്കെ വെറുതെയാ. നിനക്ക് വലുതേ ആ ബാലനോ ഇവിടെയുള്ള എല്ലാവരും നിനക്ക് വലുത്, അല്ലാതെ ഞാനല്ല. അല്ലെങ്കിൽ നീ എനിക്ക് ആ ലൈസൻസ് ശരിയാക്കി തരില്ലായിരുന്നോ? സ്വന്തമായിട്ടൊരു കട തുടങ്ങണമെന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. അതുപോലെ നിനക്ക് വേണ്ടിയാ. നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാ, അല്ലാതെ നീ അതും മുടക്കാനല്ലേ നോക്കുന്നേ എന്നെ മനസ്സിലാക്കാതെ എന്ന് പറഞ്ഞ്
ഭയങ്കരമായിട്ട് ആകാശ് കരയാണ് കേട്ടോ. അപ്പം മീനാക്ഷിക്ക് സങ്കടം വരിക, എന്ത് ചെയ്യണമെന്നറിയാതെ മീനാക്ഷി നിൽക്കുക. അപ്പം മീനാക്ഷി മനസ്സിൽ പറയും, നീ ആരുടെ മുന്നിലും തോറ്റു പോകാതെ ഇരിക്കാൻ ആകാശ് ഞാൻ ഈ ശ്രമിക്കുന്നതെല്ലാം എന്ന് മീനാക്ഷി മനസ്സിൽ പറയാണ് കേട്ടോ. അപ്പം ആകാശിൻ്റെ കോലം എല്ലാം കാണുമ്പം ഗോമതിക്ക് ഒരുപാട് സങ്കടം വരും. അപ്പം ബാലേട്ടൻ വരുമ്പം ഗോമതി സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആകാശിനെ വഴക്ക് കേൾപ്പിക്കേണ്ടതെന്ന് കരുതി ഈ കാര്യങ്ങളൊന്നും ബാലനോട് പറയില്ല കേട്ടോ. പക്ഷെ നമ്മുടെ സുകന്യ എല്ലാ കാര്യങ്ങളും ബാലനോട് തുറന്നടിച്ചങ്ങ് പറയും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സുകന്യയോട് നല്ല ദേഷ്യം തോന്നുവാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലൻ നമ്മുടെ ആകാശനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതേസമയം നമ്മുടെ ആനന്ദ് വളരെയേറെ സന്തോഷത്തോടു കൂടി പോകുന്ന കാലഘട്ടമാണ്. വരാൻ പോകുന്ന കൊച്ചിനെ പറ്റി 1000 ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ ആനന്ദ് ജീവിക്കുന്നത്. അപ്പം രാത്രിയിൽ ദേവി ഉറങ്ങിക്കിടക്കുമ്പം ദേവിയോടുള്ള എല്ലാ പിണക്കങ്ങളും മറന്ന് നമ്മുടെ ആനന്ദ് ദേവിയുടെ അടുത്ത് ചെന്ന് കുഞ്ഞാവയുടെ വയറ്റിൻ്റെ അടുത്ത് മുഖം വെച്ച് സംസാരിക്കും കേട്ടോ. അച്ഛൻ്റെ വാവേ, നിനക്ക് സുഖമാണോടാ? നീ എന്നാ ഈ അച്ഛനെ കാണാൻ വരുന്നേ? നിന്നെയും കാത്ത് ഇവിടെ ഈ അച്ഛൻ കാത്തിരിക്കുക എന്നൊക്കെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും. അപ്പം ദേവി ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദേവിയും പതിയെ കണ്ണു തുറന്ന് ആനന്ദ് പറഞ്ഞെല്ലാം ശ്രദ്ധിച്ച് നിൽക്കും. എന്നിട്ട് ആനന്ദ് കുഞ്ഞിനോട് തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറയാം. കുഞ്ഞെങ്ങനെയായിരിക്കണം, കുഞ്ഞിനെ എങ്ങനെ വളർത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പം ആനന്ദ് ഈ സംസാരമൊക്കെ കേൾക്കുമ്പം ദേവിയുടെ മനസ്സ് നിറയുക. ആനന്ദേട്ടനൊരു കുഞ്ഞിനെ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് ദേവി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി ആനന്ദിനോട് ചോദിക്കും, ആനന്ദേട്ടന് അത്രയ്ക്ക് ആഗ്രഹമാണോ കുഞ്ഞ് വരുന്നേന് എന്ന് ചോദിക്കുക. പിന്നല്ലാതെ ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷവാൻ ആരാന്ന് ചോദിച്ചാൽ അത് ഞാനായിരിക്കും. ഒരച്ഛനാവുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നിർവൃതിയാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ദേവി. അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള എല്ലാ ദേഷ്യവും മറക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ജീവിതം തന്നെ ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയ എന്നൊക്കെ ആനന്ദ് പറയേ. അല്ല, ഇവരിങ്ങോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുക. അപ്പം നമ്മുടെ ദേവി ചോദിക്കും, ആനന്ദേട്ടന് എന്ത് കുഞ്ഞിനെ ഇഷ്ടം, ആൺകുഞ്ഞിനെയാണോ എന്ന് ചോദിക്കുക. ഏയ് അങ്ങനെയൊന്നുമില്ല, ആൺകുഞ്ഞുങ്ങളാണേലും പെൺകുഞ്ഞുങ്ങളാണും എല്ലാം ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ പെൺകുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ആനന്ദ് പറയും. അച്ഛന്മാരോട് പെൺകുട്ടികൾക്ക് സ്നേഹം കൂടുതലെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ അനുശ്രീക്കും ഭയങ്കര അടുപ്പമായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത അടുപ്പമായിരുന്നു അച്ഛനോട് അനുശ്രീക്ക്. അതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ പെൺകുഞ്ഞാണെങ്കിൽ എന്നോടും എന്ന് ചോദിക്കുക. ആഹാ, ആനന്ദേട്ടൻ കൊല്ലാലോ, ഇത്രയൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിട്ടാണോ എന്നോട് ഈ മുഖവും വീർപ്പിച്ച് നടന്നേ എന്നൊക്കെ ദേവി ചോദിക്കും. എനിക്കറിയാം ആനന്ദേട്ടൻ ഇപ്പോഴും എന്നോട് പൂർണ്ണമായിട്ടും പിണക്കമൊന്നും മാറിയിട്ടില്ല. ഇതിപ്പം എന്നോട് കുഞ്ഞുള്ളത് കൊണ്ടുള്ള വെറും സ്നേഹം കാണിക്കുന്നതല്ലേ എന്നൊക്കെ ദേവി ചോദിക്കും. നിന്നോടിപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും ഇല്ല ദേവി, എങ്കിലും നീ എന്നോട് ചെയ്ത വിശ്വാസവഞ്ചന മനസ്സിലുണ്ട് എന്നും കരുതി അകൽച്ചയൊന്നുമില്ല. അതൊക്കെ എനിക്ക് നിന്നോടിപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലുമൊക്കെ ഏറ്റവും വലിയ സന്തോഷത്തിലൂടെയല്ലേ ഞാൻ കടന്നു പോകുന്നത്. ഇപ്പം നീ എനിക്ക് തന്നത് അതിലൊക്കെ എത്രയോ വലിയ സന്തോഷമാണ് എന്നൊക്കെ ആനന്ദ് ദേവിയോട് പറയണേ കേട്ടോ. അതൊക്കെ കേൾക്കുമ്പം ദേവിയുടെ മനസ്സ് നിറയാണ്. അവർ രണ്ടുപേരും കൂടി വരാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ഒരുപാട് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതേസമയം സുകന്യാണെങ്കിൽ എങ്ങനെയെങ്കിലും ദേവമംഗലത്ത് അധികാരം സ്ഥാപിക്കാൻ വേണ്ടി പല അടവുകളും പയറ്റുന്നുണ്ട്. നമ്മുടെ മീനാക്ഷിനെയും മിത്രേനെയും വെറും അടിമകളെ പോലെ ആക്കി മാറ്റാനും അവരോട് തൻ്റെ ഓരോ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചായ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മീനാക്ഷിയുടെ മിത്രയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. കാരണം അവർ നല്ല തിരിച്ച് അടിപൊളി മറുപടിയും കൊടുക്കും. സുകന്യ അതുപോലെ തന്നെ പത്തിമടക്കി പോവുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാൻ കഴിയും. അതേസമയം ആകാശാണെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിയുമ്പോൾ ബാലൻ അവനോട് സംസാരിക്കുന്നുണ്ട്. മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതിനെ പറ്റിയൊക്കെ. നിന്റെ ഉദ്ദേശം എന്താ, ഇങ്ങനെയുള്ള സ്വഭാവം വെച്ചുകൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാമെന്ന് എൻ്റെ മോൻ കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. മേലാൽ കുടിച്ചിട്ട് ഈ വീടിൻ്റെ പടി കയറിയാൽ പിന്നെ നിന്റെ സ്ഥാനം ഈ ദേവമംഗലത്തായിരിക്കില്ല, വീടിന് പുറത്തായിരിക്കും എന്നൊക്കെ വളരെ ദേഷ്യത്തോടു കൂടി ബാലൻ പറയുമ്പം ആകാശം എല്ലാം മിണ്ടാതെ കേട്ട് നിൽക്കും കേട്ടോ. അപ്പം അതിനൊക്കെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ സുകന്യയും ഓരോന്നൊക്കെ പറയും. അല്ല, ബാലേട്ടൻ എന്നെ ഉപദേശിക്കാനൊക്കെ ഭയങ്കര മിടുക്കാണല്ലോ. ബാലേട്ടൻ്റെ മക്കള് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ബാലേട്ടൻ അവരോട് അങ്ങനെ കാര്യമായിട്ട് ദേഷ്യപ്പെടുന്നൊന്നും കണ്ടില്ല. ഇവിടെ എല്ലാത്തിനും വിവേചനം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ധർമ്മനാണെങ്കിൽ സുകന്യയോട് ദേഷ്യപ്പെടും ഈ വക സംസാരത്തിനൊക്കെ കേട്ടോ. എന്തായാലും സുകന്യാണെങ്കിൽ ബാലനും ആകാശിനും ഇടയിലുള്ള ആ ഒരു പിണക്കം കൂടുതൽ കത്തിക്കാനൊക്കെ ശ്രമിക്കും. അതേസമയം മിത്രയോടും പറയുന്നുണ്ട് ബാലൻ, നീ ഇനി വീട്ടിൽ പോലീസ് ആവണമെന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കരുത് മിത്രേ. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് നിനക്ക് പഠിക്കാം, ജോലി മേടിക്കാം. പക്ഷേ പോലീസ് ആവണ്ട, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് അതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ആര്യനാണ് മിത്രയുടെ രക്ഷയ്ക്കെത്തും. ഓരോരുത്തരുടെ ആഗ്രഹം അല്ലേ അച്ഛാ അവർക്ക് എന്താവണമെന്നുള്ളത്. മിത്രയുടെ സ്വപ്നമാണ് ഒരു പോലീസുകാരി ആവണമെന്നുള്ളത്. അതിനെ അച്ഛൻ എതിർക്കുന്നേ എത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നല്ല എന്നൊക്കെ ആര്യന് പറയും. മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എന്നെ തോൽപ്പിക്കും
ഒപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എന്നിട്ട് നിങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തരുന്നത് എന്താ എന്നൊക്കെയുള്ള രീതിയിൽ ബാലനാണ് ഭയങ്കര ഇമോഷണലി സംസാരിക്കാനൊക്കെ ശ്രമിക്കും കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മിത്രയുടെ ആഗ്രഹത്തിനൊത്ത് മാത്രമേ ആരും നിൽക്കുന്നുള്ളൂ. മിത്രയ്ക്കും ബാലൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പം ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശിനും ഒത്തിരി സങ്കടമാകും. അച്ഛൻ തന്നെ ഒരു രീതിയിലും മനസ്സിലാക്കുന്നില്ല, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് അപമാനിക്കുകയോ ചെയ്യുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടം വരാം. അതുപോലെ മീനാക്ഷിയും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തയൊക്കെയാണ് കേട്ടോ ആകാശിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം രാജശ്രീയുടെ അടുത്ത് അപ്പം നമ്മുടെ സുകന്യ അറിയിക്കുന്നുമുണ്ട്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരിക രാജശ്രീക്ക്. ദേവമംഗലം അങ്ങനെ പുകഞ്ഞു തുടങ്ങി. നീ ആ തീയിനി ആളി കത്തിക്കണം, അവിടെയുള്ള ഒരാൾക്കും മനസ്സമാധാനം ഉണ്ടാവരുത്, അതിന് നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നേ, നീ ആ കാര്യം മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് സുകന്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബുദ്ധികൾ ഉപദേശിച്ചു കൊടുക്കൂട്ടോ സുകന്യ അതെല്ലാം അവിടെ പ്രാവർത്തികമാക്കാൻ നോക്കുകയും ചെയ്യും. പക്ഷേ കൂടുതലൊന്നും സുകന്യയ്ക്ക് പിടിച്ചു നിൽക്കാനും സാധിക്കത്തില്ല. കാരണം ഇത്രയും മീനാക്ഷിയും ദേവിയും അത്രയ്ക്ക് അവളെ എതിർക്കുന്നുമുണ്ട്. ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ കഴിയും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.